അതിപ്പോ വർഷയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. വർഷയുടെ വീഡിയോ മറ്റേ വിഷുവിന്റെ പരിപാടിക്ക് വേണ്ടിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പൊ ഈ വീട് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോ എത്ര വർഷം ഉണ്ടാവും ഈ വീട്? ഈ വീട് ഇപ്പൊ വീട് പണിതല്ല. ഇവര് തറവാടും സ്ഥലംപാടും ഒരു അമ്പലണ്ട് അതിന്റെ കേട്ടാണ് എറണാകുളത്തിലെന്ന് പറഞ്ഞു. പഴയ തറവാട് അവിടെയാണ്. ഇവരൊക്കെ പാർട്ടീഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഒരു മരുന്നങ്ങാട്ടെ ഒരു നായരാണ്, ശങ്കുഞ്ഞി നരമെന്ന് പറഞ്ഞത്. അത് വളരെ പ്രാപ്തന് വരും. അതുതന്നെയാണ് ഈ കോമ്പൗണ്ട് മുഴുവൻ തന്നു നോക്കാം. അതിൽ എന്താണെന്ന് വെച്ചാൽ അതിൽ എന്തോരം ഒരു നിർപ്രകാരം പെട്ടെന്ന് തന്നെ മരിച്ചു. അതുപാടെ ഒരു മാഷും രണ്ട് കുട്ടികളും. മാഷ് നാരായണ മാഷ് എന്ന് പറയാം, ഇവിടെ ബേലൂര് സ്കൂളിലെ ടീച്ചറായിരുന്നു. അവർക്ക് ഇത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റാതെയായി. 3 ആൾ വിളിച്ചിട്ട് അവരവസാനം കണ്ട് ഇവരുടെ ഭാഗം കഴിഞ്ഞിട്ടും ഇത് വരുവപ്പായി. അപ്പൊ ഇവരൊരു ഫാമിലി വന്നപ്പോൾ അത് ഒന്നിച്ച് വന്നു. അവരങ്ങനെ പോവുകയും ചെയ്തു. ശങ്കരനാരായണൻ നമ്പ്യാര്. നമ്മളപ്പോ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ഈ വീട്? ഇവിടെ ഞാൻ എന്റെ ശരിയായിട്ടുള്ള സ്ഥലം അവിടെയാണ്. എല്ലാവരും ആദ്യ കാലത്തൊക്കെ അവിടെയായിരുന്നു. സ്കൂളിൽ നിന്ന് ഈ പള്ളി സ്കൂളിൽ തന്നെ ഉണ്ട്. അത്രയും അധികം വരാൻ കാരണം വെച്ചാൽ അച്ഛൻ അവിടുത്തെ സ്കൂൾ മാഷാണ്. കുഞ്ഞുണ്ണി വിചാരെന്ന് പറഞ്ഞു കല്ലെടുത്ത്. അച്ഛൻ അവിടുത്തെ സ്കൂൾ മാഷാണ്. ഏട്ടൻ അവിടുത്തെ സ്കൂൾ മാഷായിരുന്നു. പള്ളി സ്കൂളിലാണോ? പള്ളി സ്കൂളിന് അതോ പള്ളി സ്കൂളിലുള്ളോ? അന്ന് നാട്ടിൽ വരികയുണ്ടോ? അത് കഴിഞ്ഞിട്ട് പിന്നെ CK നായരെന്ന് പറഞ്ഞിട്ട് ഒരാള് വന്ന് കഴിഞ്ഞ് പിടിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് തന്നെ ഹൈസ്കൂളായിട്ട് എൻ്റെ ചരിത്രങ്ങളുണ്ട്. ഹൈസ്കൂളായിട്ട് കയറ്റി ആ വെല്ലൂര്. അങ്ങനെ ആയി കണ്ടു കഴിഞ്ഞപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. അപ്പം അതിൻ്റെ ഇടയിലുള്ളത് ഇവിടെ ബ്രേക്കായി അവിടെ 3 ക്ലാസ് മാത്രമായിട്ട് RSR സ്കൂളിൽ നിന്ന് CK നായരും ചെയ്തിട്ടുണ്ടോ. അതിലാണ് ഇവിടെ മുണ്ടച്ചിവിടെ സ്കൂൾ. പള്ളിയായിട്ട് അപ്പോൾ നല്ല ബന്ധം ഉണ്ടായിണ്ടാവൂലേ? പള്ളി പള്ളിയിൽ ജോലി ചെയ്തിരുന്നു. പള്ളിയിൽ എന്ത് ജോലി ചെയ്തിരുന്നേ? പള്ളിയിൽ എന്ത് വർക്ക് ചെയ്തിരുന്നേ? പള്ളിയിൽ മേനോനായിട്ട്. വേലൂര് പള്ളിയിൽ മേനോനായിട്ട് വർക്ക് എല്ലാ കാര്യങ്ങളും അവിടേക്ക് എല്ലാ കാര്യങ്ങളും നോക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പകരത്തിന് അയാൾ ഇവിടെ വരാൻ താമസം വയസ്സായി. അവിടുത്തെ മേനോൻ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിനൊരു ഡെപ്യൂട്ടേഷൻ ആയിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തു. എത്ര വർഷം മുമ്പ്? അയ്യോ, അത് അതായത് ഒരു 10-50 ഒരു നമ്പ്യാര് എന്ന് പറഞ്ഞ ആൾ അവിടെ ഇങ്ങനെ മേനോനായിട്ട് അങ്ങനെ ഇരിക്കാന്ന് പറയുന്നത് ആദ്യം തന്നെ കേൾക്കുന്നത് ഉണ്ടായിരുന്നു. അതപ്പോ പറഞ്ഞില്ല അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. ഏതച്ഛനായിരുന്നു? തേരപ്പള്ളി തേരപ്പള്ളി. അതിലാണ് ഇതുള്ള ഗ്രാജുവേറ്റ് ആണ്. അവിടുന്ന് മാഷായിരുന്നു. മായനും സ്വന്തമായിട്ട് സ്കൂളൊക്കെ ഉണ്ട്. അച്ഛനോ? തേരപ്പള്ളി കത്തനാരെന്ന് പറയാം. നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അയാൾ അവിടെ കൂടുതലുണ്ട്. അപ്പൊ അയാൾ പല ഭിന്നക്കാരനാണ്. ആൾക്ക് അങ്ങനെ മതാധീയമായിട്ട് അത്രയ്ക്കുള്ള ഇതൊന്നുമില്ല. എന്തുണ്ടായാലും അവിടെ മായന സ്കൂളിൽ കുറെ ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നു. ഹിന്ദുക്കളാ അല്ല, അങ്ങനെ ആയതുകൊണ്ടാണല്ലോ അപ്പൊ എന്നെ യൂട്ടിലൈസ് ചെയ്തിട്ട് അവിടെ എങ്ങനെയെങ്കിലും ചേർക്കണം എന്നുള്ള ഉന്നത്തിലായിരുന്നു അവിടെ. അപ്പോഴാണ് അവിടെ യോഗം കൂടി പറഞ്ഞു കൊടുക്കുന്നവർക്കൊക്കെ അതിന് പ്രൊട്ടക്ഷൻ ഇത് വന്നതാണ്. അതാണ് അവിടുന്ന് ചെയ്യാന്. അപ്പൊ പിടിച്ചൊക്കെ അച്ഛന് നിൽക്കാൻ കാര്യം അത്രയ്ക്ക് ഉണ്ടെങ്കിലും അങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. എന്റെ കൈക്കാരന്മാർക്കാണ് ഇപ്പോഴും അധികാരി. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ലോ. അങ്ങനെ കുറച്ചു കാലം എല്ലാവരും എന്നെ കാലിനും പിടിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും എല്ലാ കാര്യത്തിനും വന്നാലും എന്നോട് എന്താ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളുടെ കണക്കിന് വന്നാൽ ഞാൻ പെട്ടെന്ന് എടുത്തു കൊടുക്കും. ചെയ്യാം. അച്ഛനും അത് തന്നെ ആളുകൾക്ക് നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വേണ്ടോ? അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എന്താണ് അവിടെ എന്തൊക്കെ ഇതായി കണ്ടെന്ന് വെച്ചാലേ, ഞാൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ആദ്യം. മദ്രാസ് സർവേ ഡിപ്പാർട്ട്മെന്റ്. അതിന് ഓഫീസ് എംബസിയിലായിരുന്നു. അവിടെ 4-5 കൊല്ലം വർക്ക് ചെയ്തു. 4-5 കൊല്ലം. അപ്പോൾ അവസാനം കണ്ടപ്പോൾ അന്ന് ഞാനത് അല്ലെങ്കിലും ഇതല്ല. അപ്പോൾ ഫീൽഡ് സർവേയറായിരുന്നു ആദ്യം വർക്ക് ചെയ്തത്. ശങ്കരി
ശങ്കരി ദുർഗം എന്ന് പറയും. അത് സേലം ഡിസ്ട്രിക്റ്റിൽ. അവിടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് കുറച്ചിങ്ങനെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പ്രൊമോഷനൊക്കെ കിട്ടി. ഡെപ്യൂട്ടേഷൻ ഇത് കൃഷ്ണഗിരി മറ്റേ ഇത് ഫീൽഡ് സർവേയിൽ നിന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് അവിടെ ഡെപ്യൂട്ടേഷൻ്റെ തന്നെ അതിലെ റോഡ് ഫോർമേഷൻ ഓഫ് റോഡ്സ്, അതാണ് എൻ്റെ വർക്ക്. അത് സർവേ ചെയ്യുക, റോഡ് സർവേ ചെയ്യുക. അവിടെ എവിടെ കൃഷ്ണഗിരി, അവിടെ മുത്തൂര്, ആ ഭാഗത്ത്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് വർക്ക് ചെയ്തത് അവിടെ ആളുകളുടെ ഇതായിട്ടാണ്. ഒരു 1.5 മാസം 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എൻ്റെ സ്ഥിതി ഉണ്ടായി. കുറച്ച് കോർപ്പറേഷനും കാര്യമൊക്കെ ഉണ്ട്. എല്ലാം മോക്ഷണവും കാര്യങ്ങളൊക്കെ. അതിൽ അച്ഛൻ സ്കൂളും അച്ഛൻ അച്ഛൻ സ്കൂളുമാരായിരുന്നു. അതിൽ 2 പേരും 5-6 മാസം വെച്ചു മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എന്നെ കൊണ്ടുപോയിട്ടുള്ള ആളും അവസാനം കാലത്ത് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ആക്കാൻ നാരായണൻ എന്ന് പറഞ്ഞാണ്. അത് ഉണ്ണിമാഷ് ചേട്ടൻ ഇടാനുണ്ടായിരുന്നു. അതൊരു ദ്രാക്ഷനായിരുന്നു എല്ലാ കോയമ്പത്തൂർ. അപ്പോൾ അങ്ങോരും വിളിച്ചു. അത് ഞാൻ അവിടെ കൃഷ്ണഗിരി ഇരിക്കുമ്പോഴാണ് ഈ ലെറ്റർ വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അത് ശങ്കരനാരായണൻ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ എന്നോട് പറഞ്ഞില്ല, കൊണ്ടുവന്നാണ് കോയമ്പത്തൂരായിരുന്നു. ഞാൻ അവിടെ കൃഷ്ണഗിരിയാണ്, അവിടെ ഇതാണ്. അതായത് ഡെപ്യൂട്ടേഷനാണ് അങ്ങനെ. മറ്റേ എൻ്റെ സർവേ ഡിപ്പാർട്ട്മെൻറ്റാണ്. സർവേ അണ്ടർ കോയമ്പത്തൂർ RS പോലീസാണ്. ഞങ്ങൾ നീങ്ങട്ടെ എന്നാ. ഞങ്ങളെ അവിടെയാണ് ഷൂട്ട് എടുക്കണേ. വർഷയുടെ ഫോട്ടോ അവിടെ നിന്ന് എടുക്കാൻ വെച്ചിട്ടാ. വർഷയുടെ ഫോട്ടോസേ അവിടെ പോയിട്ട് എടുക്കാൻ വെച്ചിട്ടാ. വടക്കേല് പോയിട്ട് എടുക്കാൻ വെച്ചിട്ടാ. എന്തായാലും വലിയൊരു അറിവ് കിട്ടി. ശരി ഫോട്ടോ. നിങ്ങൾ തറവാടാണ്. എന്റെ പേര് സാബു. സാബു. എന്റെ വീട് തയ്യുടെ അറങ്ങാശ്ശേരി ദേവസ്ഥീനെ അറിയോ? അറങ്ങാശ്ശേരി ദേവസ്ഥി ഡൊമിനീനൊക്കെ അറിയോ? മെമ്പർ ആയിരുന്നത്. എനിക്ക് എവിടെ ഞാൻ എല്ലാവരും അറിയാം. അപ്പൊ അവിടെ ഉള്ള ആളുകളെ പറഞ്ഞില്ലേ, ജോസ് ജോസ്, അതായത് അവിടെ ഉള്ള ആളുകളൊക്കെ നെയ്തുകാരൊക്കെ എല്ലാവരും തന്നെ അറിയാം. ഇപ്പൊ അവർക്ക് എന്നെ കണ്ട ആരെങ്കിലും നോക്കും, ഇയാള് എവിടുന്ന് വന്നു, ഇത് രണ്ടാമത് പരിചയപ്പെടുത്തി. അതേമാതിരി തന്നെ പൈലപ്പം വെച്ച് ബന്ധുക്കാരൻ ജോസ്. അതേമാതിരി അവിടുത്തെ പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അന്ന് ആ പീരീഡിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അതിലായ ഒരാളായിരുന്നു നമ്മുടെ സീച്ചി മാഷ്. സീച്ചി മാഷെ സപ്പോർട്ട് ചെയ്ത് സീച്ചി മാഷക്ക് ആരും ഉണ്ടായിരുന്നു. വർക്ക് മാഷായിരുന്നു അമ്മ. അറങ്ങാശ്ശേരി വർക്ക് മാഷ്. ഇനി പറയാൻ ചരിത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് അല്പം സമയം പോയി. ശരി.